അതേ, നമുക്കിന്ന് രാവിലെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്പലത്തിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഓട്ടോ ഉള്ളതുകൊണ്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ പോണത് വേറെ എങ്ങോട്ടുമല്ല, അപ്പം കുന്നിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. നമ്മൾ നേരെ ചെന്ന് കാഞ്ഞിരത്ത് മോഡ് ചെന്ന് അവിടെ നിന്ന് തിരിഞ്ഞാണ് പോയത്. അതിന് കുറച്ച് റോഡ് ഇത്തിരി മോശമൊക്കെ ആയാലും ബാക്കി അങ്ങ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ നല്ല റോഡായിരുന്നു. റോഡ് നല്ല നല്ല വ്യൂ ആയിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ചെന്ന് അപ്പം മുന്നിലോട്ട് പോയി. മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കുന്ന് തന്നെയാണ്, സംഭവം നല്ല കുന്നാണ്. ഇതാണ് അവിടുത്തെ കൊച്ചമ്പലം. ഈ കൊച്ചമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞ് അപ്പം കുന്നിലോട്ട് പോകുന്നത്. അല്ല, ഈ കവാടത്തിൽ കൂടെ കയറിയാണ് പോകുന്നത്. ഇങ്ങനെയാണ് ശരിക്കുള്ള കുന്ന്. ഈ കുന്നങ്ങ് കയറി വേണം അപ്പൂപ്പൻ്റെ അടുത്ത് എത്താൻ. അപ്പം നമുക്കുള്ള അപ്പൂപ്പൻ കുന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഏലമൊക്കെ കൃഷി ചെയ്ത് വയ്ക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ കയറി ചെന്നു. ഈ എൻട്രൻസിൽ നിന്നാണ് പിന്നെ അങ്ങോട്ടുള്ള ഏറ്റവും വലിയ കുന്ന്. ഇതുവഴിയാണ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത്. നേരെ അങ്ങ് കയറി പോകണം. നല്ലൊരു ഏരിയയാണ്. മുമ്പ് പല അപകടങ്ങൾ നടന്നിട്ടുള്ളൊരു ഏരിയയാണിത്. അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് കയറി അങ്ങ് എത്തണം. അങ്ങ് എത്തുമ്പോഴത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, മനസ്സിന് നമ്മളെ കുളിരാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഫീലാണ് അങ്ങ് മണ്ടയിൽ എത്തുമ്പോഴത്തേക്ക്. നമ്മളിനിയിപ്പോൾ എത്ര ഭാരമേറിയ ഒരു മനസ്സുമായിട്ട് അവിടെ ചെന്നാലും നമുക്ക് പുഞ്ചിരിയോടെ മടങ്ങാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലമാണത്, അപ്പൂപ്പൻ കുന്നെന്ന് പറയുന്നത്. അതവിടെ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അത്രയും മനസ്സിനെ ശാന്തമാക്കുന്നൊരു സ്ഥലമാണ്. അതുപോലെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പകലും സന്ധ്യ സമയത്തും കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് കയറാനായിട്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ മെയിൻ വാതിലിൽ കൂടെ പടികളിൽ കൂടെ കയറി അമ്പലത്തിനകത്തെത്തി. എന്നിട്ട് അവിടെയെല്ലാം കറങ്ങി തൊഴുത് അപ്പൂപ്പൻ്റെ അടുത്ത് നമ്മുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് സെറ്റായി. പക്ഷെ ഞാൻ പോയപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു. ആരും ഇല്ലെന്നല്ല, 1-2 പേരൊക്കെ ഉള്ളായിരുന്നു. രാവിലെയാണ് ഞാൻ പോയത്. ഞാൻ പോയ സമയം ഒരു 7:30-8 മണി ആവാറായപ്പോഴാണ് പോയത്. അങ്ങനെ കറങ്ങി തൊഴുത് രാമായണ മാസമായതുകൊണ്ട് ഇത് വായിക്കാനൊക്കെ ആളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം നല്ലൊരു അന്തരീക്ഷമായിരുന്നു സംഭവം. ഭക്തിയോടെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് കറങ്ങി തൊഴുത് കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു സെറ്റായി. എന്നിട്ട് പ്രസാദമൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് ഇവിടെ പോറ്റിയൊക്കെ വന്നായിരുന്നു. അങ്ങനെ അവരടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് എത്ര വിഷമങ്ങളുമായിട്ട് ചെന്നാലും നമുക്ക് അവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ടേ അവിടെ നിന്ന് വരാൻ പറ്റും. അത്രയ്ക്ക് മനസ്സിന് ആശ്വാസം കിട്ടുന്നൊരു സ്ഥലമാണ്. അത് പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ. അങ്ങനെ അവിടെ നിന്ന് പരാതി പരിഭവങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഭക്തിയോടെ വിളിച്ച വഴി ഇല്ലാത്തടത്തും വഴി കാണിച്ചു തരാനായിട്ട് അപ്പൂപ്പൻ ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നേരെ വന്ന് സ്കൂട്ടി എടുത്ത് അവിടെ നിന്ന് തിരിച്ച്
തിരിച്ചിറങ്ങി വരുന്ന കാര്യമാണ് പാട്. ഡേഞ്ചർ വഴിയാണ്.